നമസ്കാരം. സഞ്ജുവിനെ ട്രോളുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ മാത്രമല്ല, നമ്മൾ മലയാളികൾ ഉൾപ്പെടെ ഇപ്പോൾ സഞ്ജുവിനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിൽ സഞ്ജുവിൻ്റെ മോശം പ്രകടനം, 5 മത്സരങ്ങളിൽ നിന്ന് വെറും 46 റൺസ് മാത്രം എടുത്ത സഞ്ജുവിൻ്റെ എക്കാലത്തെയും വലിയ മോശം പ്രകടനത്തെക്കുറിച്ച് തലങ്ങും വിലങ്ങും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ സഞ്ജുവിൻ്റെ ഭാര്യയായ ചാരുലത രമേശ് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ്. ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ സ്റ്റോറി ഏകദേശം ഇപ്പോൾ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ പോലും ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സഞ്ജുവിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇന്ത്യൻ സെലക്ടേഴ്സ് ഇല്ല, ഇന്ത്യൻ ക്യാപ്റ്റൻ ഇല്ല, ഇന്ത്യൻ ടീമില്ല, മാനേജ്മെൻ്റ് ഇല്ല, ആരുമില്ല. T20 വേൾഡ് കപ്പിൽ നിന്നും സഞ്ജു ഏകദേശം പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. സുനിൽ ഗവാസ്കർ ഉൾപ്പെടെ ഇഷാൻ കിഷൻ അവസരം കൊടുക്കണമെന്ന് വാദിച്ച് മുന്നോട്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. സെലക്ടേഴ്സിൻ്റെ ഇടയിലെയും തീരുമാനം അതാണെന്ന് മനസ്സിലാക്കുന്നു. ക്യാപ്റ്റൻ ഇപ്പോൾ അത് അംഗീകരിക്കുന്നു. തിരുവനന്തപുരത്തിന് മണ്ണിൽ സഞ്ജു വന്നതിന് ശേഷം സൂര്യകുമാർ യാദവ് എല്ലാവരെയും നോക്കി പറഞ്ഞ കാര്യം പേടിക്കേണ്ട, സഞ്ജു തിരുവനന്തപുരത്ത് കളിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു താരത്തിൻ്റെയും ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു ക്യാപ്റ്റൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രമാത്രം ഫാൻ ബേസ് തിരുവനന്തപുരം സഞ്ജുവിന് കൊടുത്തിട്ടുണ്ട്, അത്രമാത്രം സ്നേഹം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത്രയധികം കാണികൾ വന്ന് കളി കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും സഞ്ജു കളിച്ചതുകൊണ്ട് തന്നെയാണെന്ന് നിസ്സംശയം അക്ഷരാർത്ഥത്തിൽ പറയാം. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഭാര്യ ചാരുലത രമേശ് ഒരു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. ആ സ്റ്റോറി ഇങ്ങനെയാണ്: When all is done and answers fade, just bow your head and let life be. Because sometimes have to be accepted, not explained. ചാരുലത ഈ പറയുന്നത് അവരവരുടെ POV നിന്ന് പറയുന്നതാണ്. ഉറപ്പായിട്ടും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് തന്നെ പറയുന്നതാണ്. പക്ഷെ ആരെയും കുറ്റപ്പെടുത്താനോ മോശക്കാരനാക്കാനോ ഒന്നുമല്ല. ഒരു പക്ഷേ സഞ്ജുവിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പറഞ്ഞതായിരിക്കാം. അതായത് എല്ലാം കഴിഞ്ഞു, ഉത്തരങ്ങളൊന്നുമില്ല, മാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തല കുനിച്ച് ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുക. ചിലത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ചിലത് അക്സെപ്റ്റ് ചെയ്യാനുള്ളതാണെന്നാണ് ചാരുലത പറയുന്നത്. ഒരു പക്ഷേ സഞ്ജുവിന് കൊടുക്കാനുള്ള മറുപടി ആയിരിക്കും, സഞ്ജുവിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇത് താങ്കളുടെ മോശം അവസ്ഥയാണ് സഞ്ജു, അത് അക്സെപ്റ്റ് ചെയ്യുക, തലകുനിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട, ഇത് നിൻ്റെ മോശം സമയമാണ്, നീ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് എന്നത് തന്നെയായിരിക്കാം. അത് എന്തായാലും ആ സ്റ്റോറി വളരെയധികം ചർച്ചയായിട്ടുണ്ട്. നാഷണൽ മീഡിയ ഉൾപ്പെടെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. ഡിബേറ്റ്സ് ഉൾപ്പെടെ ഈ സ്റ്റോറിയുടെ മേൽ നടന്നിട്ടുമുണ്ട്. ഒരുപക്ഷെ ഇനി സഞ്ജുവിൻ്റെ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് സഞ്ജു കളിച്ചത് ഫെയർവെൽ മത്സരമാണോ എന്നുള്ള ചോദ്യങ്ങൾ വരെയുണ്ട്. ഇറ്റ്സ് ഹാർഡ് ടു ഡൈജസ്റ്റ്, ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡൈജസ്റ്റ്. ബട്ട് കാരണം ഓഡിയൻസിൽ സഞ്ജുവിന് സ്ഥിര സാന്നിധ്യമില്ല, ടെസ്റ്റിൽ സഞ്ജു ടീമിലേ ഇല്ല. ഇപ്പോൾ T20 വരുമ്പോഴേക്കും 5 മത്സരങ്ങൾ അടുപ്പിച്ച് കൊടുത്തു. പലരും പറയാനുണ്ട് സൂര്യകുമാർ യാദവ് അടുപ്പിച്ച് 3 മത്സരങ്ങൾ ഡക്കായില്ലേ എന്നുള്ളത്. സഞ്ജു ആൻഡ് സൂര്യകുമാറിൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സൂര്യകുമാർ ഇസ് വേ അബോവ് സഞ്ജു. അത് ഇൻ ടേംസ് ഓഫ് മത്സരങ്ങളായാലും ആവറേജ് ആയാലും സ്ട്രൈക്ക് റേറ്റ് ആയാലും എന്തുകൊണ്ടായാൽ പോലും സോ ഹി ഹാസ് എൻ ആവറേജ് ഓർ ഹി ഹാസ് എ പാസ്റ്റ്. അത്രയും വലിയൊരു പാസ്റ്റ് ഉള്ളതുകൊണ്ട് സൂര്യ ഒരു 3-4 മാച്ച് ഫെയ്ഡ് ചെയ്താൽ പോലും ഔട്ട് ഓഫ് ഫോം എന്ന് പറയാം. ബട്ട് സഞ്ജുവിൻ്റെ പ്രശ്നം അങ്ങനെയല്ല. സഞ്ജുവിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് സഞ്ജുവിൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ലേ എന്തായാലും. ഇപ്പോൾ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഓപ്പണിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് മിഡിൽ ഓർഡർ ഇറക്കുക, അത് കഴിഞ്ഞ് വീണ്ടും ഓപ്പണിംഗ് ഇറക്കുക, ഒരു സ്ഥിരത, ഒരു കൺസിസ്റ്റൻസി ടീമിൻ്റെ ഇടയിൽ തന്നെ സഞ്ജുവിന് കിട്ടുന്നില്ല. പക്ഷേ ഈ സീരീസിലെ 5 മത്സരങ്ങളിലും സഞ്ജുവിന് ഒരു തരത്തിൽ പോലും ന്യായീകരിക്കാൻ പറ്റാതെ പോകുന്നത് സഞ്ജു ഫുൾ ടൈം ഓപ്പണറായിരുന്നു. 5 മത്സരങ്ങളിൽ ഓപ്പണറായിരുന്നു. ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്യും എന്നതായിരുന്നു പ്രശ്നമെങ്കിൽ പിന്നീട് സഞ്ജുവിനെ നോൺ സ്ട്രൈക്കർ എൻഡിൽ പോലും നിർത്തി. ആദ്യത്തെ ബോൾ അഭിഷേക് ശർമ്മയെ കൊണ്ട് ഫേസ് ചെയ്യിപ്പിച്ചു. എന്നിട്ടും സഞ്ജുവിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യൻ ടീം സഞ്ജുവിന് വേണ്ടി ഇത്തവണ ഒരുക്കി കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഇത്തവണ കുറ്റം പറയാൻ കഴിയില്ല. ഇറ്റ്സ് സഞ്ജുസ് പ്രോബ്ലം. അത് അക്ഷരാർത്ഥത്തിൽ വിഷമത്തോടെ പറയേണ്ടി വരും. സഞ്ജുവിൻ്റെ ടെക്നിക്കിനെ പറ്റി ഇവിടെ ചർച്ചകളുണ്ട്. സഞ്ജുവിൻ്റെ ബാക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പോലും അത് ഡൗൺ ആണ്, അത് ക്ലോസ്ഡ് ആണ്. ബാക്ക് ലിഫ്റ്റ് ഓപ്പൺ അല്ല എന്നതിന് വിമർശനങ്ങളുണ്ട്. കളിക്കുന്നത് കോൺഫിഡൻസ് ഇല്ലാതെയാണ്, ഫുൾ ടൈം കളിക്കുന്നത് ബാക്ക് ഫുട്ടിലാണ്. അങ്ങനെ ഒരുപാട് ബാറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഒരുപാട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നിയ കാര്യം എന്താണ്, സഞ്ജു ഔട്ടായി ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞതിന് ശേഷം ആ കീപ്പിംഗ് ഗ്ലൗസ് എടുത്ത് ഇഷാൻ കിഷനും കൂടെ കൊടുത്തതിന് ശേഷം സഞ്ജുവിനെ ഫീൽഡറാക്കി മാറ്റുമ്പോൾ അറിയാതെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയും ദിവസം അത്രയും മത്സരങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന സഞ്ജുവിന് പെട്ടെന്ന് ഇഷാൻ കിഷൻ ആ കീപ്പിംഗ് ഗ്ലൗസ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയിൽ വിജയ് ശിവകാർത്തികന് തുപ്പാക്കി പുടിങ്ക ശിവ എന്ന് പറയുന്ന പോലെയാണ്. ആ ഗ്ലൗസ് എടുത്ത് ഇഷാൻ കിഷന് കൊടുത്തിട്ട് T20 വേൾഡ് കപ്പിൽ നീയാണ് ഞാനല്ല എന്ന് പറയാതെ പറയുകയാണ് ടീമും മാനേജ്മെൻറ്റും. അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി സന്നാഹ മത്സരത്തിലോ അല്ലെങ്കിൽ ഇനി തുടർന്നുള്ള മത്സരത്തിലോ ഒക്കെ എങ്ങനെയാണ് ടീം സ്ക്വാഡ് എന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നെങ്കിൽ പോലും
ഇറ്റ്സ് ഹാർഡ് ടൈം ഫോർ സഞ്ജു. ഒരിക്കലും നമുക്കത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വളഞ്ഞിട്ട് ഒരാളെ കുറ്റം പറയാൻ ഒരുപാട് എളുപ്പമാണ്. സഞ്ജുവിനെ നമ്മൾ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈം ഇസ് എ വെരി ടഫ് ഫേസ്. എല്ലാവർക്കും മരിച്ചു കിടക്കുന്ന ആളുടെ മുകളിൽ ചവിട്ടാൻ വളരെ എളുപ്പമാണ്. ബട്ട് ബി വിത്ത് സഞ്ജു. ഞാൻ പറയുന്നത് സഞ്ജുവിന് കൂടെ നിൽക്കണം എന്ന് പറയുന്നത് സഞ്ജു ഗംഭീരമായി കളിച്ചതുകൊണ്ടല്ല. ഒരാളുടെ ഏറ്റവും ടഫസ്റ്റ് ടൈമിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അയാൾക്കൊരു ആവശ്യമുണ്ടാവുക. അയാൾ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 100 പേരുടെ കൂടെ നമുക്കും പോയി പൊക്കി അടിക്കാം. ബട്ട് ബി വിത്ത് സഞ്ജു. സഞ്ജു ഗംഭീരമായി കളിച്ചിട്ടില്ല. 5 കളിയിൽ നിന്ന് വെറും കളിച്ചത് 46 റൺസാണ്. ആവറേജ് ഇല്ല, സ്ട്രൈക്ക് റേറ്റ് ഇല്ല, പേടിയാണ്, ഭയമാണ്. ബട്ട് ഇറ്റ്സ് സഞ്ജു സാംസൺ. Ultimately it's Sanju Samson and he has proved it in the past. Believe his career and believe his talent എന്നത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു 5 മത്സരങ്ങൾ അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഒരു 10 മത്സരങ്ങൾ ഇനി അഥവാ ഇതേ ഫോമിൽ തന്നെയാണ് സഞ്ജു പോകുന്നതെങ്കിൽ പോലും ഡോണ്ട് ലീവ് ഇറ്റ് ബാക്ക്. തിരുവനന്തപുരത്ത് വന്ന് ഇത്രയും ഓളം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സഞ്ജു സാംസണാണ്. സൂര്യകുമാർ യാദവ് വന്ന് ഇത്രയും ആവേശത്തോടെ നിങ്ങൾ ഏത് കളിക്കാരനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്? അല്ലെങ്കിൽ സെയ്ഡ് ഫോർ എൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ആ വ്യക്തിയെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്? അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ റാഞ്ചിയിൽ ധോണിയുമായിരിക്കും, മുംബൈയിൽ സച്ചിൻ ടെണ്ടുൽക്കറുമായിരിക്കും. അല്ലാണ്ട് കെൻ യു നെയിം വൺ പ്ലെയർ? വിരാട് കോഹ്ലിയെ പോലും അവിടെ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് ഇത്രയധികം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. സോ ഇറ്റ്സ് എ ഡിഫറൻസ്. ആൻഡ് ഒരു സ്ഥലത്തെ ഒരു പ്ലെയറാൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര കാര്യമാണ്. സോ സഞ്ജുവിനെ ഉറപ്പായിട്ടും സഞ്ജുവിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതോ ഒന്നുമല്ല. ഉറപ്പായിട്ടും സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്. സഞ്ജു ഹാസ് ലെറ്റ് us down. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇത്രയും അധികം കാണികളെ എത്രയോ, അതായത് 5ാമത്തെ T20 കളിക്കാൻ ഇത്രയധികം പൈസയും കൊടുത്ത് സമയം കളഞ്ഞ് അവിടെ പോയി കാണാൻ വേണ്ടി പോയത് ഇന്ത്യൻ ടീമിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല. കാരണം സീരീസ് ഓൾറെഡി ഇന്ത്യ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. 3-1 വിജയിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ ടീം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. സോ സീരീസ് ഡിസൈഡറൊന്നും അല്ല മത്സരം. സഞ്ജുവിനെ കാണാനും സഞ്ജുവിൻ്റെ കളി കാണാനും വേണ്ടി മാത്രമാണ്. ഇന്ത്യൻ ടീം ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ആ ആവേശം കാണണമായിരുന്നു. കാരണം സഞ്ജു ആയിരിക്കുമല്ലോ ഓപ്പണിംഗ്. അപ്പോൾ ആ ആവേശം അവ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും സഞ്ജുവിനെ വിശ്വസിച്ചവരുടെ മുന്നിലേക്ക് സഞ്ജു ലെറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല, ടു ബി വെരി ഓണസ്റ്റ്. ബട്ട് ഇറ്റ്സ് എ ഹാർഡ് ടൈം. ഒരു പ്ലെയർ അപ്പ് ഗ്രാഫ് ഡൗൺ ഗ്രാഫ് എല്ലാം ഉണ്ടാവും. സഞ്ജുവിനെ CSK എടുത്തേക്ക് ആലോചിക്കുക, ട്രേഡ് ചെയ്തേക്ക് ആലോചിക്കുക. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജു സാംസൺ കളഞ്ഞിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുന്നത് നിങ്ങൾ വെറുതെയാണെന്നാണോ വിശ്വസിച്ച് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. CSK sees him as his future captain. അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസിൻ്റെ ഭാവി ക്യാപ്റ്റനായിട്ട് സഞ്ജു സാംസണെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ രവീന്ദ്ര ജഡേജയും സാം കർണെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ട്രേഡ് ചെയ്ത് സഞ്ജു സാംസണെ മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നാളെ ധോണി റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് ഒരു വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റനെ അവർക്ക് വേണം. ദേ നീഡ് എൻ ഓപ്പണർ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഋതുരാജ് ഗേക്വാദ് ഉണ്ടാവും, ആയുഷ് മാത്രേ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ദേ നീഡ് എൻ ഓപ്പണർ ലൈക്ക് സഞ്ജു സാംസൺ. അതുകൊണ്ട് അത് വെറുതെ അല്ല. സഞ്ജുവിൻ്റെ ഫോമിൽ വിശ്വസിക്കുന്നു, സഞ്ജുവിൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു. ബാറ്റിംഗ് കോച്ചും മോണെ മോർക്കലും സൂര്യകുമാർ യാദവും എല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. ബട്ട് ആ 5th T20 ശേഷം ഉറപ്പായിട്ടും ന്യായീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അതുവരെ ദ ടീം വാസ് വിത്ത് ഹിം. ഇനിയിപ്പോൾ T20 ലോകകപ്പിലേക്ക് സഞ്ജുവിന് സ്ഥാനം കൊടുക്കണമെന്ന് ആരും പറയത്തില്ല. അക്ഷരാർത്ഥത്തിൽ വാ മൂടി കെട്ടുക എന്നൊക്കെ പറയുന്നത്. അതുവരെ PR ആണ്, നോർത്ത് ഇന്ത്യ ലോബിയാണെന്നൊക്കെ പറഞ്ഞവരുടെ മുന്നിലേക്ക് അവർ തന്നെ ചോദിക്കും ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഉൾപ്പെടെ ഉത്തരവില്ല. ആരും ഇപ്പോൾ സഞ്ജുവിനെ T20 ലോകകപ്പിൽ ഇടണമെന്ന് പറയില്ല. മലയാളികൾ ഉൾപ്പെടെ പറയില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മലയാളിയാണ്, നമ്മുടെ അഭിമാനവാനോളം ഉയർത്തിയ ആളാണ്, ഇത്രയധികം ഇന്നിങ്സുകൾ തന്നൊരു വ്യക്തിയാണ്. ഒരു സീരീസിൽ പരാജിതനായി എന്നതുകൊണ്ട് അയാളെ അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് കളയാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അയാളെ അങ്ങ് ഇല്ലാണ്ടാക്കരുത്. ഫോമില്ലായ്മയുണ്ട്, റൺസ് ഇല്ലായ്മയുണ്ട്, ടെക്നിക്കിൻ്റെ പ്രശ്നമുണ്ട്, എല്ലാ പ്രശ്നമുണ്ട്. ബട്ട് ഹീ വിൽ കം ബാക്ക് എന്നത് വിശ്വസിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ബിക്കോസ് ഹീ വിൽ കം ബാക്ക്, ബിക്കോസ് ഹീ ഈസ് സഞ്ജു സാംസൺ. അയാൾക്ക് ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും അതിൻ്റെ അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഇത് ഒരു സെഞ്ചുറി അടിച്ചതിന് ശേഷം അടുത്ത സീരീസിലേക്ക് അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടിയുണ്ട്. ഇനി സഞ്ജുവിൻ്റെ കാര്യം അതുപോലെ പറയുമ്പോൾ തന്നെയാണ് നമുക്ക് വേറൊരു കാര്യവും പറയാനുള്ളത്, വിച്ച് ഇസ് ഇഷാൻ കിഷൻ. ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ലെറ്റ് ഡൗൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 200 ഒക്കെ അടിച്ചോടിയ മത്സരത്തിന് ശേഷം പിന്നീട് അയാൾക്ക് അവസരം കിട്ടിയിട്ടില്ല. അവരുടെ മുന്നിലേക്കാണ് ഇന്ത്യൻ മാനേജ്മെൻറ്റുമായിട്ട് ഇഷാൻ കിഷനുണ്ടായ ചില തർക്കങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇഷാൻ കൊടുത്തൊരു ഏറ്റവും വലിയ മറുപടിയല്ലേ ഈ ഇന്നിങ്സിൽ അല്ലെങ്കിൽ ഈ സീരീസിൽ. എനിക്ക് എൻ്റെ സ്ഥാനം തിരിച്ചതാ എന്ന് പറഞ്ഞ് T20 ലോകകപ്പിലേക്ക് ഇഷാൻ കിഷൻ നടത്തിയൊരു വരവ് കൂടിയാണ് തവണ ഉണ്ടായിട്ടുള്ളത്. സോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പോലും ചിലയിടത്ത് നീതി നടപ്പാക്കിയിട്ടുണ്ട്, ചിലയിടത്ത് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു
ആ കൂടെ ഒരു മിക്സ്ഡ് അപ്പ് സ്റ്റേജാണ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേസ് അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ T20 വേൾഡ് കപ്പ് ജയിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് ഏതൊക്കെ കോമ്പിനേഷൻസിലും പെർമ്യൂട്ടേഷൻസിലും ഒക്കെ വന്നാൽ പോലും അൾട്ടിമേറ്റ്ലി ദ ടീം ഹാസ് ടു വിൻ. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ബട്ട് ഡോണ്ട് ലെറ്റ് സഞ്ജു സാംസൺ ഡൗൺ ബിക്കോസ് ഹി നീഡ്സ് us റൈറ്റ് നൗ. ഒരാൾക്കൊരു മോറൽ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് എല്ലാം വേണ്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത് അറ്റ് ഹിസ് ഡൗൺഫോൾ. അതിൽ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഈവൻ ആസ് എ മലയാളി കൂടി സൂചിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.